ഇന്ന് രാവിലെ ഞാൻ ഫേസ്ബുക്കിൽ ഒരു വാർത്ത കണ്ടു, കുറെ ദിവസമായി കണ്ടു, ഇന്നും വെറുതെ വാർത്തകളിലൂടെ കണ്ണോടിക്കുമ്പോ കണ്ടു. അങ്ങകലേതോ കേരളത്തിന്റെ അങ്ങേയറ്റത്ത് സ്വന്തം മകളുടെ കല്യാണത്തിന് ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് അവസാനം കുടുംബനാഥന്റെ മരണത്തോടെ തിരിച്ചടയ്ക്കാൻ കഴിയാതെ പലിശ കൂടിയിട്ട് സ്വന്തം വീട്ടിൽ നിന്ന് ജപ്തിയായി വെളിയിലിറങ്ങി വീടിന്റെ മുറ്റത്ത് മക്കളെയും പെൺമക്കളെയും കെട്ടിപ്പിടിച്ച് മടയത്തും വെയിലത്തും കിടന്ന പ്രാഥമിക ആവശ്യം പോലും നിർവഹിക്കാൻ കഴിയാതെ കടന്നുപോയൊരു കുടുംബം. ആ കുടുംബത്തിന്റെ കഥ മീഡിയ മണ്ണ് ഏറെ ചെയ്യുന്നത് 12:30 ആ ബാങ്കിന്റെ ഓഫീസിന്റെ പ്രവർത്തകരാറ് പറയുന്നത് ആ വാർത്ത കിലോമീറ്ററുകൾ അകലിരുന്നിട്ട് തന്റെ തിരക്കേറിയ ജീവിതത്തിന്റെ വ്യവസായ ശൃംഖലയുടെ ഉള്ളിൽ ഒരു മനുഷ്യ സ്നേഹി കാണുന്നു. അവരുടെ ഓഫീസിലേക്ക് വിളിക്കുന്നു. എന്റെ പ്രൈവറ്റ് സെക്രട്ടറിയും എന്റെ പബ്ലിക് റിലേഷൻസ് മാനേജറും നിങ്ങളുടെ അടുക്കൽ വരും. എത്രയാണോ കുടിശ്ശിക പൂർത്തിയാക്കി അടച്ചിട്ട് ആ വീട് അവർക്ക് തിരിച്ചു കൊടുക്കണേ. അവരെഴുതുകയാണ് ഫേസ്ബുക്കിൽ, മുതലാളിമാരുടെ വെറും ഒരു ആദ്യത്തെ ശൂരത്വം പോലെ, ആരംഭ ശൂരത്വം പോലെ തോന്നി. പറഞ്ഞ സമയത്ത് അതിന്റെ ഭാരവാഹികൾ അവിടെ എത്തി. പൈസ അടച്ചിട്ടാ താക്കോല് കൊണ്ടുവന്ന് ബാങ്കിൽ നിന്നെടുത്ത് പൂട്ട് തുറന്നിട്ട് കയ്യിലേക്ക് വെച്ചു കൊടുത്തപ്പോ ആ മനുഷ്യന്റെ മുഖത്ത് വന്ന പുഞ്ചിരി, അവസാനം അത്യാവശ്യം ചെലവിനുള്ള പൈസ കൊടുത്തിട്ട് ഇതുകൊണ്ട് ജീവിതത്തിന്റെ ചെലവ് കഴിക്കണേ എന്ന് ഞങ്ങളോട് പറഞ്ഞിട്ടാണ് വിട്ടത്. ആ മനുഷ്യ സ്നേഹിയാണ്. ഞാൻ പറയുമ്പോൾ നിങ്ങളെ ഞാൻ എന്തെങ്കിലും ആഗ്രഹിച്ചെന്ന് കേൾക്കണ്ട, അങ്ങനെ ഒരു ചിന്ത വല്ലാഹി എന്റെ മനസ്സിലില്ല. ആ മനുഷ്യ സ്നേഹിയാണ്. അറിയുന്തോറും അടുക്കുന്തോറും എന്നെ വിസ്മയിപ്പിച്ച നമ്മുടെ ബഹുമാനപ്പെട്ട എം.എ. യൂസുഫ് അലി സാഹിബ്. എത്രയെത്ര മനുഷ്യത്വത്തിന്റെ കഥകൾ സഹോദരങ്ങളെ. അല്ലാഹു തന്നാലല്ലാതെ നമുക്ക് സ്വീകരിക്കാൻ കഴിയില്ല. അല്ലാഹു അദ്ദേഹത്തിന് ആഫിയത്തും ആരോഗ്യവും കൊടുക്കട്ടെ. വല്ലാഹി ഞാനിത് പറഞ്ഞത് അദ്ദേഹത്തിൽ നിന്ന് ഒന്നും പ്രതീക്ഷിച്ചിട്ടല്ല. ഇത്രയും നാൾ അദ്ദേഹത്തെ നേരിട്ട് കണ്ടിട്ടൊന്നും ഞാൻ ഇതേവരെ ആവശ്യപ്പെട്ടിട്ടുമില്ല. പക്ഷേ പറയൽ അതാരാണെങ്കിലും പറയും, ആരെ കുറിച്ചും പറയും, അതിന്റെ പുറകിൽ എനിക്ക് യാതൊരുവിധ പ്രശ്നമില്ല. അങ്ങനെ ആവണം. അത്രയൊക്കെ നമുക്ക് കഴിഞ്ഞില്ലെങ്കിലും നമ്മുടെ അയൽപക്കത്തുകാരന്റെ വീട്ടിൽ പോയിട്ട് നീ ഇന്ന് ഭക്ഷണം കഴിച്ചോന്നൊന്ന് ചോദിക്കാനെങ്കിലും മനസ്സെങ്കിലും നമുക്ക് വേണ്ട. ഇതാണ് റമളാൻ. അള്ളാഹു നമുക്ക് ബോധം തരട്ടെ. ഞാനിതെന്തെങ്കിലും ആഗ്രഹിച്ചിട്ട് പറഞ്ഞാൽ കരുതണ്ട, അങ്ങനെ കരുതിയായിട്ട് കുഴപ്പമില്ല. ഇന്നീ വാർത്ത ഫേസ്ബുക്കിൽ കണ്ടപ്പോ ആ വാർത്തയ്ക്ക് കമന്റ് ചെയ്ത ആളുകളുണ്ട്, ധാരാളം ഹൈന്ദവ ക്രൈസ്തവ സഹോദരങ്ങൾ. അദ്ദേഹത്തെ അഭിനന്ദിച്ചുകൊണ്ട് ഒരു ജോൺസൺ എന്ന് പറയുന്ന ഒരാൾ കമന്റ് എഴുതിയത്, ദൈവത്തിന് പല മുഖങ്ങളുണ്ട്, ആ മുഖങ്ങളിൽ ഒന്ന് താങ്കളാണ്. അദ്ദേഹത്തിന്റെ വിശ്വാസപ്രകാരം പറഞ്ഞാൽ. പക്ഷെ അതിനകത്ത് വന്ന ആകെ കുറെ മുസ്ലിങ്ങളുടെ കമന്റിൽ ഒരാൾ കമന്റ് ചെയ്ത് കോപ്പ അമേരിക്കയുടെ ലിസ്റ്റ് അവൻ അയച്ചു കൊടുത്തതിനകത്ത്. ഞാൻ വെറുതെ പോലെ നിങ്ങൾ എടുത്തു നോക്കി, ഇതൊക്കെ നോക്കുന്ന ആളാണ്. അതിനകത്ത് എല്ലാവരും അദ്ദേഹത്തെ അഭിനന്ദിച്ചപ്പോ നമ്മുടെ സമുദായത്തിൽപ്പെട്ട ഒരാളുടെ കമന്റ് കോപ്പ അമേരിക്കയുടെ ലിസ്റ്റിന്റെ ഫേസ്ബുക്കിൽ ലിങ്ക് അദ്ദേഹം അതിനകത്ത് കമന്റ് ആയിട്ട് അയച്ചു കൊടുത്തു. ഇങ്ങനെയാണ് നമ്മൾ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇപ്പൊ എന്ത് വിചാരിച്ചാലും കുഴപ്പമില്ല. എന്നെ സംബന്ധിച്ചോളം ഞാൻ പറയുന്ന കാര്യത്തിൽ നിലപാടുള്ള ആളാണ്. പിണറായി വിജയൻ മുഖ്യമന്ത്രിയായപ്പോ ഞാൻ അതിനു മുമ്പ് ഒരു 2 വർഷം മുമ്പ് ഞാൻ അദ്ദേഹത്തിന്റെ സദസ്സിൽ പ്രസംഗിച്ചിട്ടുണ്ട്. ഒരു കാര്യത്തിൽ എനിക്ക് അദ്ദേഹത്തോട് ബഹുമാനമുണ്ട്, പറഞ്ഞ കാര്യത്തിൽ അങ്ങനെ തന്നെ നിലനിൽക്കുന്ന ആളാണ്, തിരുത്തി പറയില്ല. അത് കേട്ടപ്പോ ആരോ പറഞ്ഞു ഇനിയിപ്പോ അങ്ങോട്ട് ചാഞ്ഞാൽ മതി. ആയിക്കോട്ടെ.